പോയിരുന്നോ? പൂജ വേറെ ലെവലില്. നമസ്കാരം. വൈൽഡ് കാർഡുകളായിട്ട് കയറിയ 6 കണ്ടസ്റ്റന്റുകൾ. അതില് ഒരാളുണ്ട്, പൂജ കൃഷ്ണ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഒരു മത്സരാർത്ഥിയാണ് ഈ പറയുന്ന പൂജ കൃഷ്ണ. ഇന്ന് വൈൽഡ് കാർഡുകളിൽ ഏറ്റവും മികച്ച ഒരു മത്സരാർത്ഥികളിൽ ഒരാളായിട്ട്, ഈവൻ ഞാൻ പറയുന്നു ശിവനേക്കാളും അപ്പുറത്തേക്ക് ഫയർ ചെയ്ത് വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് വളർന്നു കഴിഞ്ഞു ആര്? ഈ പറയുന്ന പൂജ കൃഷ്ണ. ഞാൻ പറഞ്ഞില്ല, ആദ്യം ഈ പൂജ കൃഷ്ണയെ ഞാൻ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഞാൻ ഫസ്റ്റ് ഇവരുടെ എൻട്രിയിൽ ഞാൻ പറഞ്ഞായിരുന്നു പൂജയിൽ എനിക്ക് വലിയ ഹോപ്പ് ഒന്നുമില്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞതെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഇപ്പൊ പൂജയുടെ പ്രകടനം. പൂജ എങ്ങനെ ഡേഞ്ചർ ആകുന്നു എന്നുള്ളതാണ്. ഞാൻ ആദ്യം കൊടുത്ത ഒരു ക്ലിപ്പിംഗില്, ആ ക്ലിപ്പിംഗ് നിങ്ങൾ കേട്ടു. അതിനകത്ത് അവിടെ നമുക്കൊരു ഗ്യാപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, നമുക്കിവിടെ ഗ്യാപ്പേ കിട്ടത്തില്ല, നമുക്കിവിടെ ഒരു ഗ്യാപ്പേ കിട്ടില്ല, ഒരു ഗ്യാപ്പ് കിട്ടുന്നത് ബാത്റൂമിലാണ് എന്ന് പറയുമ്പോൾ ആ സ്പോട്ടിൽ പൂജ പറയുന്നത് നീ അവിടെ പോയി ഇരുന്നോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇതുപോലെ ഒരു കൗണ്ടർ ആരും അടിച്ചിട്ടില്ല. ഞാൻ അത് കേട്ട് ചിരിച്ച് മണ്ണ് കപ്പി. കാരണം അത്രയും സ്പോണ്ടേനിയസ് ആയിട്ട് അവള് പറഞ്ഞ് ബാത്റൂമിൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് നാക്കകത്തിടാനുള്ള സമയവും കൂടി അവിടെ കൊടുത്തില്ല. പൂജ അപ്പൊ തന്നെ അടിക്കുന്നുണ്ട്, നീ എങ്കിൽ അവിടെ പോയി ഇരുന്നോ. ആലോചിച്ചു, ഇതുപോലെ കൗണ്ടർ വേറെ ആരടിച്ചിട്ടുണ്ട്? ഈ വേറെ ഒരാളും അടിച്ചിട്ടില്ല. ഇതുവരെയുള്ള ടോപ്പ് കൗണ്ടറാണ് അടിച്ചത്, നീ ബാത്റൂമിൽ പോയി ഇരുന്നോ എന്നുള്ളത്. ഇനി എന്തുകൊണ്ട് പൂജ ഒരു ത്രെഡായി അല്ലെങ്കിൽ ഒരു മറ്റുള്ള കണ്ടസ്റ്റൻസുകൾക്ക്, മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ഒരു വെല്ലുവിളിയായി വരാൻ കാരണം, പൂജ വളരെ ക്ലെവറാണ്. അതിനപ്പുറം അവൾ A to Z ഭയങ്കര മെമ്മറിയാണ് അവൾക്ക്. A to Z കണ്ട്, അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ നമ്മൾ ഒരു മത്സരത്തിലേക്ക് പോകുമ്പോൾ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു മത്സരത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് പോകണം. അപ്പൊ നമുക്കൊരു വൈൽഡ് കാർഡായിട്ടാണ് നമ്മൾ കയറുന്നതെങ്കിൽ വൈൽഡ് കാർഡുകൾ അല്ല, അവിടെ മുമ്പുള്ളവരാരാണ്, അവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നല്ലൊരു അവയർനെസ്സോട് നല്ല ഓർമ്മയോടുകൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് നമുക്ക് പോയിന്റുകൾ പറയാൻ സാധിക്കും. പക്ഷെ ഇവിടെ നമ്മളൊരു കാര്യം പറയാം. ഇപ്പം ഈ സായി കൃഷ്ണ സായി ആയിക്കോട്ടെ, ഈ പറയുന്ന റിവ്യൂ വരെ ചെയ്ത് എല്ലാം കണ്ടിട്ട് പോയ ഒരാളാണ് സായി. പക്ഷെ സായിക്ക് പോലും ഈ പറയുന്ന ഡിബേറ്റിൽ പോലും പോയിന്റുകൾ എടുത്തിടാൻ പറ്റുന്നില്ല. അതിനർത്ഥം അതിന് മെമ്മറി വേണം, സ്പോട്ടിൽ സാധനം കിട്ടണം. അപ്പോ ഇവിടെ പൂജയ്ക്ക് അങ്ങനെ ഒരു സാധനമുണ്ട്. പൂജയ്ക്ക് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി എന്ന് മാത്രം. ഇപ്പം ഞാൻ തന്നെ ഈ സാധനങ്ങൾ നമുക്കറിയില്ല, റിവ്യൂ ഇടുന്നത് കൊണ്ട് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കറക്റ്റ് 3:06, അതായത് രാവിലെ 3 മണി, ഉറങ്ങിയിട്ടില്ല ഇതുവരെ കേട്ടു. 3 മണി 6 മിനിറ്റ് ആയപ്പോഴാണ് ഞാൻ ഇടുന്നത്. ഈ 3 മണിക്ക് ഞാൻ വീടുന്നത്, ഞാൻ എത്ര നേരം ലൈവും കാര്യങ്ങളും കണ്ടോണ്ടിരിക്കുക, എന്താണ് നടക്കണമെന്ന് അറിയാം. എന്നാലും നമുക്ക് വീഡിയോ ഇടുമ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് പോലും ഇത്രയും കണ്ട, എന്നിട്ട് പോലും ഇന്ന് നടന്ന ടാസ്കിൽ ഒരു ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് ചിന്തിക്കാൻ സമയമെടുത്തു. ഞാനിത് ആ ഫോട്ടോ എവിടെയാണെന്ന്, എനിക്ക് ഇത് ഏത് സന്ദർഭമാണെന്ന് ചിന്തിക്കാൻ സമയമെടുത്തു. പക്ഷെ അവിടെ പൂജ സ്പോട്ടിൽ, ഉദാഹരണം പറഞ്ഞാൽ ജാൻമണി ആ സിഗരറ്റ് വലി, അത് തുടക്കമാണ്, ഫസ്റ്റ് വീക്ക് എന്താണ് ആ സാധനം വരെ. ആ ഫോട്ടോ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ കാണിച്ചിട്ടുള്ളൂ. ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഇവളത് ക്ലിക്ക് ചെയ്ത് പറയണമെങ്കിൽ അത്രയ്ക്കുള്ള മെമ്മറി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നമ്മളെ ഡിബേറ്റ് ടാസ്കിൽ ആയിക്കോട്ടെ, ഈ പറയുന്ന നമ്മുടെ ഗബ്രിയുടെ വാ അടച്ചുള്ള മറുപടി, ഗബ്രിക്ക് പോലും ഓർമ്മയില്ല. അതായത് ഗബ്രി ഒരു സംഭവം എടുത്തിടുമ്പോൾ, അതായത് ടാസ്കിനെ ടാസ്കായിട്ട് കാണണം എന്ന് പറയുന്ന ഒരു സംഭവം എടുത്തിടുമ്പോ കറക്റ്റ് ആ സ്പോട്ടിൽ പൂജ മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ഈ പറഞ്ഞ എപ്പോഴും നടന്ന സംഭവം, ഈ പറഞ്ഞ റോക്കിയുമായിട്ടുള്ള സംഭവത്തിന് മറ്റേ പഞ്ഞി ബോൾ പറഞ്ഞപ്പോ നീ എന്തുകൊണ്ട് അതിനെ ടാസ്കായിട്ട് എടുത്തിട്ടില്ല? അവിടെ ഗബ്രിയുടെ വാ അടഞ്ഞില്ലേ? അതിനുശേഷം ഗബ്രി കൗണ്ടർ പറയുമ്പോ എല്ലാം വീണ്ടും അവൻ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്ന കൗണ്ടറിലെല്ലാം ചുട്ട മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിമൻസ് കാർഡ് പറയുമ്പോ നീ അവിടെ മെൻസ് കാർഡ് ഇറക്കിയിട്ടില്ലേ? അങ്ങനെയുള്ള ഗബ്രി അവിടെ, പിന്നെ ഗബ്രിക്ക് ഉത്തരവില്ല. ഗബ്രിക്ക് ഉത്തരം മുട്ടി ലാസ്റ്റ് അവൻ തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിലേക്ക് മാറി. അപ്പൊ ആ രീതിയിൽ അടിച്ചിരുത്താനുള്ള ഒരു കഴിവ്. ഇനി ബിഗ് ബോസ് മലയാളം, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവത്തില് അവിടെ എങ്ങനെയാണ് സ്കോർ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ പോയിന്റുകൾ പറഞ്ഞാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത്, അല്ലേ? അല്ല ചുമ്മാ കിടന്ന് അലച്ചിട്ടോ അടികൾ ഉണ്ടാക്കിയിട്ടോ ഒന്നുമല്ല. അവിടെ പോയിന്റ്, ഒരാൾ ഒരു സാധനം പറയുമ്പോൾ തിരിച്ചുള്ള പോയിന്റ് പറയാനുള്ള കഴിവ്, അത് ഭയങ്കരമായിട്ട് ഈ പറയുന്ന കണ്ടസ്റ്റന്റിനെ പിന്നീട് എന്ത് ചെയ്യും, അവർക്ക് മുന്നോട്ടുള്ള അവരുടെ യാത്രയിൽ അവർ ഒരുപാട് സഹായിക്കും.
ആ ഒരു 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 എബിലിറ്റി, ആ ഒരു കഴിവ് പൂജയിൽ വളരെ കൃത്യമായിട്ടുണ്ട്. കാരണം അവർക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ്. ഇപ്പൊ ഏതൊരു ഡിബേറ്റ് വരട്ടെ, ഏതൊരു വഴക്ക് വരട്ടെ, അവിടെ ഒരാളെ എന്റെ നേരെ ചൂണ്ടിക്കൊണ്ട് ഒരു സാധനം പറയുമ്പോൾ നീ മുമ്പ് അങ്ങനെ ചെയ്തില്ലടാ എന്ന ആ സ്പോട്ടിൽ പറയാനുള്ള ഒരു കഴിവ് ഒരു കണ്ടസ്റ്റന്റിന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് ആ കണ്ടസ്റ്റന്റ്. ആ കണ്ടസ്റ്റന്റ് നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം ഡേഞ്ചറാണ്. ടോപ്പ് 5 ഈവൻ കപ്പടിക്കാനോ കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് വളരാനുള്ള കാപ്പബിലിറ്റി, കഴിവ് ആർക്കുണ്ട്? പൂജയ്ക്കുണ്ട്. നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചോ. പൂജ എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് നമ്മൾ വിചാരിച്ച ആളെ അല്ല, നമ്മൾ ഒട്ടും വിചാരിച്ച ആളെയല്ല. അവള് നമ്മൾ വിചാരിച്ചതിനെയും കാട്ടും അതുക്കും മേലെയാണ്. മനസ്സിലായോ? അവൾക്ക് എല്ലാ മെമ്മറി ഉണ്ട്. ആ മെമ്മറി ഈ പറയുന്ന മുമ്പ് ഇപ്പൊ 30 ദിവസം കൊണ്ട് ഓരോ കണ്ടസ്റ്റൻസും അവന്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ, ഒരു വിഷയത്തെക്കുറിച്ച് അവൻ എടുത്ത നിലപാടുകൾ, അവൻ ആരോട് എന്ത് പറഞ്ഞു, ഇതെല്ലാം പൂജയുടെ മെമ്മറിയിൽ വളരെ സേഫായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഭയങ്കര ഓർമ്മ. അത് സ്പോട്ടിൽ പറയാനുള്ള കഴിവ്, ആ കഴിവ് ഈ പറഞ്ഞ ഇതിൽ തന്നെ ഉണ്ട്. എന്താണ്? എനിക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ബാത്റൂമിൽ ശരി നീ അവിടെ പോയിരുന്നോ, ആ ഒരു ഇത്രയും സ്പോർട്ടീവായിട്ട് ആ ഒരു സാധനം പൂജയ്ക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, പൂജ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ടോപ്പ് 5 വരിക മാത്രമല്ല നല്ലൊരു ചലനം ബിഗ് ബോസ് മലയാളം സീസൺ 6 അവൾ കൊണ്ടുവരികയും ചെയ്യും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.